നമ്മുടെ ലിറ്റററി ലെൻസിന്റെ 43ാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ 4th സെമസ്റ്റർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഭാവന ആർക്കെയാണ്. ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്ന ബുക്കാണ് ആള് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം ഭാവന. ഒരു തെരുവിന്റെ കഥ എന്ന് പറയണത് SK പൊറ്റക്കാടിന്റെ ഒരു പ്രശസ്തമായ നോവലാണ്. നിങ്ങളൊരു ദേശത്തിന്റെ കഥ എന്ന് പറഞ്ഞിട്ടൊരു നോവലും കൂടി കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടും ഒരുപോലെ ഫേമസ് ആയിരുന്ന ഒരു ബുക്കാണ്. ഈ തെരുവിന്റെ കഥ എന്ന് പറയുന്നത് പേര് പറയണ പോലെ തന്നെ ഒരു തെരുവിനെ പറ്റിയിട്ടുള്ള കഥ തന്നെയാണ്. ഒരു തെരുവ് എന്ന് പറയുമ്പോൾ എന്താ, അതില് ഒരാളോ രണ്ടാളുടെ സ്റ്റോറി അല്ല, ഇത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കഥയാണ്. ഇതിന് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. ഈ കഥ തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരു തെരുവിലെ കാഴ്ചവെച്ചിട്ട് തന്നെയാണ്. ഈ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഒരൊറ്റ സെക്ഷനിൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന അത്ര കഥയല്ല. അതായത് ഒരാളുടെ ജീവിതകഥയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം, സമ്മറി പറയാം. പക്ഷെ ഇത് ഒരാളുടെ ജീവിതകഥയല്ല, ഒരു പറ്റം ആൾക്കാരുടെ ജീവിതകഥയാണ്. ഇതിൽ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് 50ഓളം ചാപ്റ്റേഴ്സ് ആയിട്ടാണ് സ്റ്റോറി കിടക്കുന്നത്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ അതൊന്ന് വായിക്കണം. ഇതിൽ തുടങ്ങുന്നത് വീഡിയോ ഓൺ ആണ് മാം. ലൈറ്റ് ഒറ്റ മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആയി? ഇപ്പൊ ക്ലിയർ ആണോ മാം? വീഡിയോ ഓപ്പൺ അല്ലല്ലോ. ഇത് ഓൺ ആണ്. ഓക്കെ. ഇതിൽ പറയണത് എന്താന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ഒരു പറ്റം ആൾക്കാര്, ഒരു തെരുവില് ഒരു പറ്റം ആൾക്കാർ തീ കായുകയാണ്. ആ സമയത്തുള്ളതാണ്. അവിടെ അവരുടെ പേര് നിങ്ങളെ അവരവരുടെ കഥകൾ പറയാ, പലരും പറയുന്ന കഥകൾ കേട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണത്. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ അതിൽ വരുന്ന ആൾക്കാരുടെ പേര് തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. പറങ്ങോടൻ, പിന്നെ അപ്പുനായര്, കേളു മാസ്റ്റർ, അങ്ങനെ കുറച്ച് ആൾക്കാര്, കൂനൻ, അങ്ങനെ കറുപ്പൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ തരുന്നത്. ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു അപ്പുനായര് തന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പുനായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനേനെ നോക്കുന്ന ഒരാളായിരുന്നു. അയാളെന്ന് പറയുന്നത് അയാൾക്ക് ആ ആനേനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയായിരുന്നു. ഇവര് തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഒരു സമയം ഇയാളൊരു തിരുമേനിയുടെ കീഴിലുള്ള ആനേനെയാണ് നോക്കിയിരുന്നത്. അപ്പൊ ഈ തിരുമേനിയോടുള്ള ഒരു വിദ്വേഷം വന്നപ്പോ ഇയാളുടെ ഭാര്യയുമായിട്ട് എന്തോ ഒരു ഉപദ്രവിക്കുകയോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്കുള്ള ദേഷ്യം കാരണം ഇയാൾ എന്ത് ചെയ്യും, ഈ പത്മനാഭന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ, അതായത് മാങ്ങ പെറുക്കി കൊടുന്ന പത്മനാഭന് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ എന്ത് ചെയ്യും, ആ മാങ്ങയുടെ ഉള്ളില് ബ്ലേഡ് വെച്ച് പത്മനാഭന് കൊടുക്കും. അങ്ങനെ അന്നത്തെ ദിവസം പത്മനാഭൻ മരിക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ടാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. പിന്നെ വരുന്നത് അടുത്ത സെക്ഷനാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റോറി അല്ല. അടുത്ത ഭാഗത്തിൽ വരുന്നത് മറ്റൊരാൾക്കാരുടെ കഥയാണ്. ഈ കഥയിൽ വരുന്നത് സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ ഒരു അത്യാവശ്യം പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സുധാകരൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം ചീത്തപ്പേരുള്ള ഒരു വ്യക്തിയാണ്. പണ്ട് വളരെ നല്ലവനായിരുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നീട് ചീത്തപ്പേര് വാങ്ങേണ്ടി വരുന്ന ഒരാളാണ്. ഇയാൾ എന്നിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിലുള്ള സ്ത്രീയുടെ പേരാണ് മാലതി. അവിടെ വെച്ചിട്ട് ഈ സ്ത്രീയുടെ ഭർത്താവ് കയറി വരികയാണ്. ഈ ഭർത്താവ് എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് എന്താണ്, ഇയാള് സുധാകരനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ രാധാകൃഷ്ണൻ ചോദിക്കുന്നു, ഇപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ പറ്റി നാട്ടിൽ അത്ര നല്ല കരക്കമ്പി ഒന്നുമല്ലല്ലോ കേൾക്കുന്നത് എന്ന്. അപ്പൊ പറയും, ഇയാള് പറയും, എനിക്ക് പണമുണ്ട്, ഞാൻ ആ പണം വെച്ച് മറ്റുള്ളവരെ മോഷ്ടിക്കാനോ ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല, ആരോടും യാചിച്ചിട്ടുമില്ല. ഞാൻ ഉണ്ടാക്കിയ പണം വെച്ച് ഞാൻ കള്ളു കുടിക്കുന്നു, അങ്ങനെയുള്ളവരെ ഞാൻ സൽക്കരിക്കുന്നു, ലൈംഗികതയിലേക്കും പോകുന്നു, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വീട്ടിലേക്ക് കയറ്റുന്നു. ഇതിൽ എന്താണ് തെറ്റുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇയാള് പറയും, ഇത്രയും കഷ്ടം ഇതൊക്കെ തുറന്നു പറയാൻ പോലും നിങ്ങൾക്ക് ലജ്ജയില്ലല്ലോ എന്ന് ചോദിക്കും. അതിൽ നിന്ന്
പിന്നീട് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇയാളോട് പറയുന്ന കഥയിൽ നിന്ന് അവസാനം ഇയാൾക്ക് പുച്ഛം തോന്നിപ്പോവാണ്. അങ്ങനെ ഈ സുധാകരൻ പറയുന്ന ഒരു വാക്കുണ്ട്, സഹായിക്കാൻ മടിക്കുന്നവർ നൽകുന്ന സഹായിക്കാൻ മടിക്കുന്നവർ നൽകുന്ന സൗജന്യമാണ് സാരോപദേശം. എനിക്ക് നിങ്ങളുടെ സഹായവും വേണ്ട, സാരോപദേശവും വേണ്ട. ഈ ചെറുപ്പത്തില് ഈ സുധാകരൻ പഠിച്ചിരുന്ന സമയത്ത് ഇയാൾ വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു കുട്ടിയായിരുന്നു. ആ സമയത്ത് ഇയാൾക്ക് കാലണ പോലും, അതായത് ഒരു അണയാണ് ഇയാൾക്ക് എന്നും കിട്ടുന്നത് അച്ഛന്റെ കയ്യിൽ നിന്ന്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് രാധാകൃഷ്ണനാകട്ടെ ആ സമയത്ത് ഭയങ്കര പണക്കാരന്റെ മകനായിരുന്നു. അങ്ങനെ ഇയാളെ കളിയാക്കിയിരുന്ന ഒരു ചെറുപ്പകാലം ആർക്കുണ്ട്? സുധാകരനുണ്ട്. ആ ഒരു സമയത്ത് കൈനീട്ടി സഹായിക്കാത്ത ഒരാളാണ് രാധാകൃഷ്ണൻ. ഇപ്പൊ ഇയാൾ എന്താന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു സമ്പന്നതയിലേക്ക് എത്തിയപ്പോൾ സുഹൃത്തായി വന്ന് ഉപദേശിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയുന്നതാണ്, ആവശ്യ സമയത്ത് ഒരു സഹായിക്കാൻ കൈനീട്ടി സഹായിക്കാത്ത ഒരു വ്യക്തിയുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയില്. അതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് കാണാൻ പറ്റും. 4 കാശ് കയ്യിൽ വന്നാൽ നമുക്ക് വില തരാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ ആപത്ത് കാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരായിരിക്കും ഉണ്ടാവുക. പിന്നീട് വരുന്ന കഥ, ഇത് ഒരു സ്റ്റാൻസ, അത് പറഞ്ഞിട്ട് തീരെയാണ് അവിടെ ആ കഥ. അടുത്തത് വരുന്നത് 3ാമത്തെ സ്റ്റോറിയാണ്. 3ാമത്തേത് എന്ന് പറയുന്നത് പഴയ പാഠവും പുതിയ മനുഷ്യരും എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിൽ വരുന്ന ആൾക്കാരാണ്. അതിലെന്താന്ന് വെച്ചാ അത്യാവശ്യം അത് ആ ഗ്രാമത്തെ, ആ തെരുവ്, ആ നാടിനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടില് പല സ്ഥലങ്ങളുണ്ട്, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് കുടിലില് ജീവിക്കുന്നവര്, അതേപോലെ തന്നെ കുടിലില് അടുത്തടുത്ത് ജീവിക്കുന്ന ആൾക്കാര്, കുടിലില് തന്നെ പല രീതിയിലുള്ളത്. ചിലത് കല്ല് വെച്ചിട്ട് പണിത കുടിലുണ്ട്, മേലെ പഴയ എന്താ പറയാ ഓല വെച്ച് മേഞ്ഞ കുടിലുണ്ട്, തീരെ ഇതില്ലാത്ത സ്ഥലം സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് ബ്ലോക്കുകൾ, അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ജീവിക്കുന്ന കുറെ ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു തെരുവിൽ എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിലെന്ന് പറയുന്നത് ഈ സമ്പന്നരോ അല്ലെങ്കിൽ ഇല്ലാത്തവര് ദരിദ്രരോ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചിട്ടാണ് ആ നാട്ടിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാവരുടെയും സ്റ്റോറീസ് ആണ്, ഓരോരുത്തരുടെ സ്റ്റോറീസ് ആണ് ഈ ബുക്കിൽ മൊത്തത്തിൽ പറയുന്നത്. പിന്നെ വരുന്ന ആൾക്കാര്, പിന്നെന്താ, ഓമൻജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് പിന്നെ പറയണത്. അതും ആളുടെ കഥയല്ല, ആളുടെ ഓരോരോ ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങള് എഴുത്തുകാരൻ പറയുകയാണ്. ഇതിലെന്താന്ന് വെച്ചാ ഈ ഓമൻജി എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള പേര് ലാസർ എന്നാണ്. ഇയാൾക്ക് ചെറിയതായിട്ട് മന്തുണ്ട്, ഒരു കാലില് പെരുങ്കാലാണ് ഇയാൾക്ക് ഒരെണ്ണം. അതേപോലെ തന്നെ ശരീരവും അത്യാവശ്യം തടിച്ച് ജീർണിച്ച ഒരു ശരീരമാണ്. ഇയാൾക്ക് ഒരു ജോലിയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്. ഇയാളുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഇയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കണം. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇയാൾക്ക് കുടുംബമൊന്നുമില്ല, അയാൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒരു കുന്നിന്റെ മേലെ ഒരു കുടില് കെട്ടി, ചെറു വീട് കെട്ടി, അവിടെ റോസാപ്പൂവിന്റെ പൂന്തോട്ടമൊക്കെ വെച്ച് ഒരാളെയും വേലയ്ക്ക് വെച്ചിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ഇയാൾക്കെന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നല്ല പോലെ ഭക്ഷണം വേണം. അതേപോലെ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും, ആദ്യം ഒരു വട കഴിക്കും, പിന്നെ ഒരു ലഡു കഴിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഇയാള് ഇഷ്ടമുള്ളതൊക്കെ ആ ഹോട്ടലിൽ വൈകുന്നേരമുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിക്കുക. അങ്ങനെ പിന്നെ കടലിൽ കുറച്ചു നേരം നടക്കാൻ പോവുക. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് രാത്രിക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കുക. അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഫുഡ് ഭയങ്കര ഇതാണ്. അയാള് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസക്ക് കടം വാങ്ങൂല്ല, കടം കൊടുക്കൂല്ല, എന്നുവെച്ചാൽ കിട്ടുന്നതിൽ സംതൃപ്തനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ സന്തോഷങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അയാൾക്ക് ആഴ്ചയിലും ഞായറാഴ്ചക്കൂലിയൊക്കെ ഉണ്ട്. ഈ ഓന്തിന്റെ പോലത്തെ സ്വഭാവവും അതേപോലെ തന്നെ എന്താണ്, മന്തുള്ള കാലുള്ളത് കൊണ്ടും തന്നെ ഇയാളെ ആരാണ് ഓമൻജി എന്ന് വിളിക്കുന്നത്. ഓമൻജി എന്ന് ഓമന പേരിട്ടിട്ട് വിളിക്കുകയാണ്. ഇത് അയാളുടെ ഒരു ഇൻഫർമേഷൻ ആദ്യം തരുന്നതാണ്. പിന്നെ പറയണത് എന്താന്ന് വെച്ചാൽ, ഇതിൽ കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പത്രക്കാരുണ്ട്. ആ കുറുപ്പ് എന്ന് പറഞ്ഞ പത്രക്കാരന്റെ കഥയാണ് പിന്നെ വരുന്നത്. അയാളെന്ന് പറയണത് എന്താണ്, ഒരു സാധാ പത്രക്കാരനാണ്. ഈ പത്രം വിൽക്കുക, ഈ പത്രം വിറ്റ് കിട്ടുന്ന പൈസ വാങ്ങുക, ഇതൊക്കെയാണ് അയാളുടെ ലക്ഷ്യം. അയാൾ എന്ത് ചെയ്യും, ശിവരാമൻ അയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള, ശിവകൃഷ്ണ അയ്യരോ, ഒരു വെൽക്കം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ആരാണ്, ശിവരാമകൃഷ്ണ അയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ സുഹൃത്തും കൂടെ പുറത്തു പോയ സമയത്ത്
പുറത്തൊരു സ്ഥലത്ത് എന്താണ് പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു ഹാഫ് പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും ആ സമയത്ത് അവിടുത്തെ പോലീസുകാരനായ അവരെ ഇഷ്ടപ്പെടാതിരിക്കുകയോ അതോ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും നീരസം വരികയോ ചെയ്തതാവാം. ആ പെൺകുട്ടി എന്ത് ചെയ്യും? പീഡനത്തിന് ഇവർക്കെതിരെ പരാതി കൊടുക്കും. അങ്ങനെ ഇയാൾക്കെതിരെ ആ പരാതി കിട്ടിയത് എങ്ങനെയോ പത്രക്കാരറിയും. അങ്ങനെ ഇതെന്ത് ചെയ്യും? വാർത്തയാവും. ഈ വാർത്തയാവുന്ന സമയത്ത് ഈ കുറിപ്പ് പത്രം വിൽക്കുകയാണല്ലോ, ഇയാൾക്ക് പൈസ വേണം, പത്രം വിറ്റ് കിട്ടുന്ന പണം വേണം. അപ്പൊ എന്ത് ചെയ്യും? ഇയാൾ ഈ ഹോട്ടലിന്റെ മുന്നിൽ വന്ന് നിന്ന് എന്തു പറയും? ഈ വെൽക്കം ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ശിവരാമകൃഷ്ണ അയ്യർ ഇങ്ങനെ പീഡന കേസിൽ പ്രശ്നത്തിലാണ്, കാര്യം വിഷമസ്ഥിതിയിലാണ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ വിൽക്കാണ്, പേപ്പർ കാലണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇത് പറയുന്നതോടുകൂടി അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ ജിജ്ഞാസ വരികയും അവർ പത്രം വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ അകത്തുണ്ടായിരുന്ന ശിവരാമകൃഷ്ണ അയ്യർ എന്ത് ചെയ്യും? ഇയാളുടെ അടുത്ത് പോയിട്ട് ഒരാളെ പറഞ്ഞയക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് ബാക്കി പത്രങ്ങളൊക്കെ ഈ പണം കൊടുത്ത് വാങ്ങി. 117 പത്രങ്ങൾ ബാക്കി, 119 പത്രങ്ങളായിട്ട് ബാക്കി ഉണ്ടാവും. അത് മൊത്തം പണം കൊടുത്ത് വാങ്ങും. അങ്ങനെ ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത്രയും പത്രം വിറ്റഴിക്കാൻ പറ്റുകയും ആ പണം കൊണ്ട് അയാൾ തിരികെ വരികയും ചെയ്യും. അതേപോലെ തന്നെ ഇയാൾ പിറ്റേ ദിവസവും ഇതേപോലെ ഇയാളുടെ ഭാര്യ ഈ ശിവരാമകൃഷ്ണ അയ്യരുടെ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നത്. അപ്പൊ ഇവരോട് ചെന്ന് കാര്യം പറയും. പക്ഷെ അവർക്കൊന്നും ഇതില് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ എന്ത് ചെയ്യും? ഇത് തന്നെ താക്കാക്കിയിട്ട് അവിടെ ചെന്ന് വീണ്ടും ഇതുപോലെ തന്നെ പത്രം വിൽക്കാൻ നിൽക്കും. അങ്ങനെ സഹികെട്ട ഈ ശിവരാമകൃഷ്ണ അയ്യർ എന്ത് ചെയ്യും? ഈ പത്രത്തിന്റെ ഉടമേനോട്, അതായത് പത്രം ഓഫീസിന്റെ ഹെഡിനോട് പറയും, ഇങ്ങനെയാണ് പണം കൊടുക്കാന്നുണ്ട് 50 രൂപ കൊടുത്ത് അവിടെ അത് ഒത്തുതീർപ്പാക്കും. പിന്നീട് ഇയാൾക്ക് ഈ പത്രത്തിന് അങ്ങനെ ഒരു ന്യൂസ് കിട്ടാണ്ടാവും. അപ്പൊ ഇയാൾക്കൊന്നും വിളിച്ചു പറയാനില്ല. പക്ഷെ ഇയാൾക്ക് പത്രം വിൽക്കുകയും വേണം. അപ്പൊ എന്ത് ചെയ്യും? ഇയാൾ അവിടെ ഇതേപോലെ പോയിട്ട് നിന്നിട്ട് വിളിച്ചു പറയും, ഭാര്യയെ 5 രൂപയ്ക്ക് വിറ്റു, മുൻ മന്ത്രി കാശിക്ക് പോയി. അപ്പൊ ആ ഒരു വാക്ക് കേൾക്കുമ്പോ ആൾക്കാർ വിചാരിക്കും മുൻ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒക്കെ നഷ്ടപ്പെട്ട് ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആള്. എന്നാൽ ഇത്ര ബുദ്ധിമുട്ടായോ മന്ത്രിക്ക് ഭാര്യനെ 5 രൂപയ്ക്ക് വിൽക്കേണ്ട എത്ര ഗതികേടായോ എന്ന്. അങ്ങനെ ഒരുപാട് ആളുകള് ഈ ഗോസിപ്പ് അറിയാൻ വേണ്ടിയിട്ട് പത്രം വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോ ഇവരുടെ ഈ ഗോസിപ്പ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം പത്രമൊക്കെ വേഗം വിറ്റുപോകും. പക്ഷെ വായിച്ചവർക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് മുൻ മന്ത്രി കാശിക്ക് പോയി എന്നുള്ളത് ഒരു വാർത്തയും 5 രൂപയ്ക്ക് ഭാര്യയെ വിറ്റു എന്ന് പറയുന്നത് വേറൊരു വാർത്തയായിരിക്കും. ഇയാള് 2 വാർത്തയും കൂടെ കൂട്ടി വായിച്ചതാണ്. അപ്പൊ ഇയാളെന്ന് പറയണത് ഓരോ ആൾക്കാരുടെ ഉള്ളിലും മറ്റുള്ളവരുടെ സീക്രട്സ് അല്ലെങ്കിൽ ഗോസിപ്പിലേക്ക് എടുത്തു നോക്കാനുള്ള ഒരു ടെൻഡൻസിനെ മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യാണ്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഇയാൾക്ക് വേണ്ട രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നു. അപ്പോ ആൾക്കാരുടെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് ഇയാൾ പത്രം വിൽക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് ഇയാളെ ഒരു എന്താ പറയാ, അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ഇയാള് കാണുന്നത് ഇതേപോലെ തന്നെ ഇയാളെ രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് പിടിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പട്ടാളക്കാര് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വാർത്ത ഇയാൾ വായിക്കും. സംഭവം പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആ സമയത്ത് ഒരു യുദ്ധം നടക്കുന്ന സമയമാണ്. ജർമ്മൻ പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വാർത്ത വായിക്കുന്നത്. പക്ഷെ ശരിക്കും അത് പത്രത്തിലുള്ളതാണ്. പക്ഷെ മുഴുവൻ വാർത്തയല്ല അയാൾ പറയണത്. ജർമ്മൻ പട്ടാളക്കാര് ഇന്ത്യയിലേക്ക് എന്തോ ചർച്ചയ്ക്ക് വരികയോ അങ്ങനെ എന്തോ ആണ്, അത് വരും എന്നാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് അയാൾ എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ വളച്ചൊടിക്കും. അപ്പോ ഇത് രാജ്യദ്രോഹ കുറ്റത്തിന് ഇയാളെ പിടിക്കുകയും എന്നിട്ട് ഇയാൾ അവസാനം ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ ആ പോലീസുകാരന് ദയ തോന്നി ഇയാളെ വിട്ടയക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്കൊക്കെ കാണുമ്പോൾ ഇയാളൊരു എന്താ പറയാ ക്രൂക്കഡായിട്ട് പത്രം വിൽക്കുക, ഇയാൾ മനുഷ്യന്മാരെ പറ്റിക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് തോന്നുക. പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഇയാളുടെ മകളെ കണ്ട് ഒളിച്ചിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് അച്ഛൻ ഈ ഒരു തൊഴിലിൽ നിൽക്കുന്ന ആളാണെന്ന് അറിയുമ്പോൾ കളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ മകളുടെ കൂടെ 2 കൂട്ടുകാരികളും വരുന്നുണ്ട്. മകളുടെ ബ്ലൗസിന്റെ തോളറ്റം കീറിയിരിക്കുന്നത് കാണുമ്പോൾ ആ പിതാവിന് അത്രയും വിഷമം വരികയാണ്. ഒരു മകളോടുള്ള അപ്പൊ ഈ വിഷമമായിട്ട് ഇയാൾക്ക് പിന്നെ പത്രം വിൽക്കാൻ തോന്നുന്നില്ല ആദ്യം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ. അങ്ങനെ വിൽക്കാൻ തോന്നാതെ ഇരിക്കുന്ന സമയത്ത് മകളെ കാണുമ്പോൾ, ഈ അവസ്ഥയിലുള്ള മകളെ കാണുമ്പോൾ, കൂടെ ഉള്ളവരൊക്കെ നല്ല നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുമ്പോൾ മകളെ കാണുമ്പോൾ ഇയാൾക്ക്
ഒരു പിതാവിന്റെ വാത്സല്യമാണ് അവിടെ കാണുന്നത്. ആളെന്ത് ചെയ്യും, പിന്നെയും ഇതിന് ചുറുചുറുക്കോട് കൂടിയിട്ട് പത്രം വെക്കാൻ വീണ്ടും തുടങ്ങുന്നു. അവിടെ എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ജ്യോതിഷക്കാരന്റെ കഥ ഉണ്ട്. അയാൾ എന്ന് പറയുന്നത് എന്താണ്, ആ കഥയിൽ എന്ന് പറഞ്ഞാൽ ഇയാള് ഒരു കേളുമാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ആ കേളുമാസ്റ്റർക്ക് ഒരു തത്വം പറയുന്നുണ്ട്. അത് വളരെ ഒരു രസകരമായ ഒരു പോയിന്റിൽ പറയുന്ന ഒരു തത്വമായിട്ട് എനിക്ക് തോന്നി. അതെന്താ വെച്ചാ, ബോംബെയിൽ പോയ സമയത്ത് ഒരു മൂലയിൽ നിന്ന് 3 പാത തുടരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയും. അത് ശരിക്കും ഒരു മനുഷ്യർ ആ പാതകൾ ഒരിക്കലും കൂടിച്ചേരുന്നുമില്ല, കണ്ടുമുട്ടുന്നുമില്ല. അതെന്താന്ന് വെച്ചാ ഓരോ പാതകളെയും ഓരോ സിറ്റുവേഷൻ ആയിട്ടാണ്. ചിലര് പാവപ്പെട്ടവരായിരിക്കാം, ചിലര് ഇടത്തരക്കാരായിരിക്കും, ചിലര് ഭയങ്കര സമ്പന്നരായിരിക്കും. ഈ പാതകളൊന്നും ഒരിക്കലും കൂട്ടുമുട്ടുന്നില്ല. ഒരു പാതയിലുള്ള ആള് താഴത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാതയിലുള്ള ആൾ മേലേക്ക് പോവുകയോ ചെയ്യാം. പക്ഷെ ഈ പാതകൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഇവിടെ ഒരിക്കലും എല്ലാവരും തുല്യരായി നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു സംസാരം പറയുന്നത്. പിന്നെ ഒരു ജ്യോതിഷക്കാരന്റെ കേസിൽ എന്ന് പറയുന്നത്, ഈ ജ്യോതിഷക്കാരനെ ഈ കേളു മാസ്റ്റർ കാണുമ്പോ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇയാളൊരു നാസിസ്റ്റ് ആണ്, ഐ മീൻ നാസി, എന്താ പറയാ, ദൈവവിശ്വാസം ഇല്ലാത്ത അന്ധവിശ്വാസിയാണ്. അപ്പോ ഇയാള് കളിയാക്കുന്നുണ്ട് ഇങ്ങനെ, എന്താണ്, ഈ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇയാള് ഈ ജ്യോതിഷി എന്ത് പറയും, അത് ശരിയാണ്, നിങ്ങൾ ചിലപ്പോ എന്താണ് ചീട്ടെടുത്തിട്ടുള്ള ശാസ്ത്രം നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഹസ്തരേഖാ ശാസ്ത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന്. അതെന്താന്ന് വെച്ചാൽ രാത്രി ആവുമ്പോ ഇതേ കേളു മാസ്റ്റർ ഇയാളുടെ അടുത്ത് തന്നെ പോയിട്ട്, ഇയാൾ ഒരു ഹിന്ദിക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഹസ്തരേഖാ ശാസ്ത്രം നോക്കാം, ഐ മീൻ കൈ നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും പകൽമാന്യരെ കാണിക്കുന്ന രീതിയാണ്. അതായത് പകലില് പറയുന്ന കാര്യങ്ങളല്ല പലരും രാത്രി അത് ചെയ്യുന്നത്. കുറെ ആൾക്കാർ കപടമായിട്ടുള്ള, അതായത് ഒരു ഫേസ് മുന്നിലും മറ്റൊരു ഫേസ് ബാക്കിലും വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കുറെ ആൾക്കാർ എന്താ പറയാ, പകൽമാന്യന്മാരെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതാണ് അവിടെ. അതായത് ഒരു കാര്യം പറയും, ഞാൻ ഇതിന് എതിരാണെന്നൊക്കെ പറയും, അതേ ആള് തന്നെ രാത്രി ഇതേ പരിപാടി ചെയ്യാൻ പോകും. ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷന് എതിരാണെന്ന് പറയുന്ന ആൾക്കാർ തന്നെ രാത്രിന്റെ മറവില് ഈ തെറ്റുകളും ചെയ്യാൻ പോകും. അങ്ങനെ ഓരോരുത്തരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ചില തീരുമാനങ്ങളുള്ള ആൾക്കാരുണ്ട്. സോ അവിടെ അതിനെ ചോദ്യം ചെയ്യാണ് എന്ത് ഇയാള് ചെയ്യുന്നത്. അപ്പോ പിന്നൊരു രാമുണ്ണി മാസ്റ്ററുടെ കഥ ഉണ്ട്. അയാളുടെ കഥയിൽ എന്ന് പറയുന്നത്, ഇവര് കേളു മാസ്റ്ററും രാമുണ്ണി മാസ്റ്ററും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ രാമുണ്ണി മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഭയങ്കര ഒരു എന്താണ് ഹയർ ലെവലിൽ ജീവിക്കേണ്ട ഒരാളാണെന്നാണ് ആള് വിശ്വസിക്കുന്നത്. അതായത് കുറച്ച് പണക്കാരനാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇയാൾക്ക് ചെറിയൊരു അഹങ്കാരമുണ്ട്, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നൊക്കെ ഉള്ളത്. ഇയാൾക്ക് ശരിക്കും ജോലി എന്താന്ന് വെച്ചാൽ പഴയ പുസ്തകങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ നിന്നും എഴുത്തുകാരിൽ നിന്നും അങ്ങനെയുള്ള ഇവിടെ നിന്നും പഴയ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് മറിച്ച് വെക്കുക, ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച് മറിച്ച് വെക്കലാണ് ഇയാളുടെ ജോലി. ഇങ്ങനെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഈ കഥ ഒരിക്കലും ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ മുഴുമിപ്പിക്കാൻ പറ്റുന്ന കഥകളല്ല. ഓമൻജിയുടെ കഥകളായിക്കോട്ടെ, കാര്യായിക്കോട്ടെ, കുറുപ്പായിക്കോട്ടെ, സുധാകരനായിക്കോട്ടെ, രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓരോരുത്തരും നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ആൾക്കാരാണ്. ചിലര് ഉപദേശം തരാൻ വരുന്ന ആൾക്കാരുണ്ടാവും, ചിലര് സ്വന്തമായിട്ടെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് ഒരു കടത്തിണ്ണ മതി അവർക്ക് കിടക്കാൻ, ഒരു നേരത്തെ ആഹാരം മതി അവർക്ക് ജീവിക്കാൻ. ഇതിലൊരു വ്യക്തി ഉണ്ട്, അതിലെന്താ വെച്ചാൽ അയാൾക്ക് ചെറിയൊരു ഭ്രാന്തനാണ്. മുടിയും താടിയും നീട്ടി വളർത്തി ഒരു ചാക്ക് മാത്രം ധരിച്ചാണ് അയാൾ നടക്കുന്നത്. അയാൾക്ക് കിടന്നുറങ്ങാൻ കടത്തിണ്ണയുണ്ട്. വിശക്കുമ്പോ ഏതെങ്കിലും ഒരു കടയുടെ മുന്നിൽ പോയി യാചിക്കും. അപ്പോ അങ്ങനെ ജീവിക്കുന്ന ഒരാളും അതിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഓരോരുത്തരും ഒരു തെരുവിന്റെ മക്കളാണ്. ആ തെരുവിന്റെ കഥയാണ് ശരിക്കും ഇവിടെ എസ്.കെ. പൊറ്റക്കാട് പറയുന്നത്. ഒരിക്കലും ഇത് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല. ഇത് വായിച്ചു നോക്കുക. ഇത്രയും മാത്രമേ ഞാൻ ഇപ്പൊ പറയണുള്ളൂ. പിന്നെ ഇതിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അവരുടേതായിട്ടുള്ള ജീവിത രീതി ഉണ്ട്. എല്ലാവരും പലതരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് പോലെ. അങ്ങനെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എസ്.കെ. പൊറ്റക്കാട് ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും തന്നെ പറയണുള്ളൂ. പിന്നെ ഈ ബുക്ക് അത്ര ഫീൽ ഗുഡ് ബുക്ക് അല്ല. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ പറയുന്നത്, വായിക്കുകയാണെങ്കിൽ
ഒരു എന്താ പറയാ യങ് ഏജ് ഒരു യങ്സ്റ്റേഴ്സ് വരുന്ന അഡൽട്ട്ഹുഡിൽ വരുന്ന ആൾക്കാർ കുറച്ചും കൂടി അത് വായിക്കുന്നത് നന്നായിരിക്കും ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി നേരിടുമ്പോൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പൊ വരുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു ബുക്ക് ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഒരിക്കലും ഇത് മാത്രമല്ല ജീവിതം. നമ്മുടെ ചുറ്റും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്, കുടിലിൽ ജീവിക്കുന്നവരുണ്ട്, സ്വന്തമായി കുടുംബമില്ലാതെ സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ പല ജീവിതങ്ങളും ഒരു കാണാൻ പറ്റും നമുക്ക് ചുറ്റും എന്നുള്ളത് ഈ ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. സോ നിങ്ങള് താല്പര്യമുള്ളവർ ഒരു വട്ടം വായിക്കുക. താങ്ക് യു. താങ്ക് യു ഭാവന. ക്ലിയർ ആവുണ്ടോ? വളരെ നല്ല രീതിയിൽ തന്നെ ഭാവന അവതരിപ്പിച്ചിട്ടുണ്ട്. അവളുടേതായൊരു രീതി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ ബുക്ക് ഒരുപാട് വർഷം മുന്നേ വായിച്ചിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അതിനെനിക്ക് ഒന്നും കൂടി ആ കഥ വായിച്ച ഓർമ്മകളൊക്കെ ഒന്നുകൂടി എടുക്കാൻ പറ്റി. വളരെ നല്ല രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളവരും കൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയൂ. ഹലോ, കേക്കാവോ? ഹലോ. വിഷ്ണു പറ. ഭാവന നല്ല രീതിയിലാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ഇപ്പൊ ചില കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അത് നമുക്ക് വായിച്ചാൽ തന്നെയാണ് അതൊരു കിട്ടുള്ളൂ. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഒരു പരിമിതി സമയത്തിന്റെ ഉള്ളിൽ തന്നെ ഭാവന നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബുക്കിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാവന ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബുക്കിന്റെ സമ്മറിയിലെ ആ ഒരു സൈഡിലുള്ള അത് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ SK പൊറ്റക്കാട് എഴുതി ചേർത്തിട്ടുള്ള ഒരു വരി, അതായത് ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളെ മായ്ക്കുന്നു എന്ന്. അത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇതിൽ ഭാവന പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള പകൽമാന്യന്മാരും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോ കൃഷ്ണകുമാർ ആയാലും അതേപോലെ രാമണി മാസ്റ്ററൊക്കെ ആയാലും പോലും ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ തെരുവിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ വേഷങ്ങൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഇടയിലും ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ ഭാവന അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഫസീല എന്താ പറയാളെ? ഫസീലക്ക് എന്താ തോന്നുന്നേ? ഫസീല ഹലോ, ഞാന് യാത്രയിലാണ്. പക്ഷെ ഞാൻ പകുതി മുതലാണ് ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല, കേട്ടത് വെച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. ഭാവന വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. ആ സ്റ്റോറി കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല. പക്ഷെ നല്ല രീതിയിലായിരുന്നു അവതരണം. താങ്ക് യു. താങ്ക് യു ഫസീല. മിസ്സേ, ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സുഭദ്ര പറഞ്ഞോളൂ. അല്ല, വൈൻഡ് ഉണ്ടോ ചോദിക്കാനായിരുന്നു. ഫീഡ്ബാക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ഹലോ ഭാവന, എനിക്കറിയാം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബുക്കാണ്. വായിക്കുമ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്ക്
ബുക്കാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഞാനിത് എങ്ങനെ ബുക്ക് റിവ്യൂ ഭാവന പറയുമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ എനിക്കിത് വായിച്ച സ്ഥിതിക്ക് ഞാൻ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാത് ഒരാൾക്ക് ഇത് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബുക്കല്ല അത്. പക്ഷെ ഭാവനയ്ക്ക് പറ്റുന്ന പോലെ ഭാവന നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വായിക്കാൻ വേണ്ടി ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വായിക്കണം. കുറച്ച് ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ വായിച്ചു ഇങ്ങനെ മുഴുകിപ്പോയി ഇരിക്കും. അങ്ങനത്തെ ഒരു ബുക്കാണിത്. അപ്പൊ എല്ലാവരും വായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഭാവന നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു. ഓക്കെ മിസ്, ഇനി ആരെങ്കിലും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഭാവന.